ടോപ്പ് ട്യൂഷൻ്റെ ബേസിക് സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സിൽ വരുന്ന ലെറ്റസ് എസ്എസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി അതേഴ്സ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ 3 ക്വസ്റ്റ്യൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഗ്രൂപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലത്തെയും ഓഡ് വൺ വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് മറ്റുള്ള ഓഡ് വൺ അല്ലാത്ത ആ ഒരു ഗ്രൂപ്പിലുള്ള മറ്റു മെമ്പേഴ്സിൻ്റെ കോമൺ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് 3 സെക്ഷനായി ഡിവൈഡ് ചെയ്ത് പറഞ്ഞതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം. കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോൾ. അപ്പോൾ നമുക്ക് കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോൾ വൺ തന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ ഓഡ് വണ്ണിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം, മറ്റുള്ളവരുടെ കോമൺ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഇതിൽ ഓഡ് വൺ ആയിട്ട് വരുന്നത് കിലോമീറ്റർ ആണ്. കാരണം കിലോമീറ്റർ പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്, പക്ഷേ ഫണ്ടമെൻ്റൽ SI യൂണിറ്റ് ഓഫ് ലെങ്ത്ത് പറയുന്നത് മീറ്ററാണ്. ഇനി നമ്മുടെ കിലോഗ്രാം, സെക്കൻഡ്, മോളൊക്കെ പറയുന്നത് ഫണ്ടമെൻ്റൽ SI യൂണിറ്റ് ആണ്. അത് മാസിൻ്റെയും ടൈമിൻ്റെയും അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഓഡ് വൺ ഈസ് B കിലോമീറ്റർ. കിലോമീറ്റർ ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത്, ബട്ട് ദ ഫണ്ടമെൻ്റൽ SI യൂണിറ്റ് ഫോർ ലെങ്ത് ഈസ് ദി മീറ്റർ. കിലോഗ്രാം, സെക്കൻഡ് ആൻഡ് മോൾ ആർ ഫണ്ടമെൻ്റൽ SI യൂണിറ്റ്സ് ഫോർ മാസ്, ടൈം ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിലും ഓഡ് വണ്ണാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മറ്റുള്ളവയുടെ കോമൺ ഫീച്ചേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം. ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറൻറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ടൈമും ഏരിയയും മാസും ഇലക്ട്രിക് കറൻറ്റാണ്. അപ്പോൾ ഇതിൽ ഓഡ് വൺ പറയുന്നത് ഏരിയ ആണ്. കാരണം ഏരിയ പറയുന്നത് ഡിറൈവ്ഡ് ചെയ്തിട്ടുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് യൂസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ഏരിയ പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ്. അപ്പോൾ ഇതൊരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഇത് ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഇനി ടൈം, മാസ്, ഇലക്ട്രിക് കറൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതാണ് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഓഡ് വൺ ഈസ് B ഏരിയ. Area is a derived physical quantity because it is calculated from length. Time, mass and electric current are fundamental physical quantities. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. തേർഡ് ഗ്രൂപ്പ്, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ തേർഡ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് മീറ്ററും കിലോഗ്രാമും സെക്കൻഡും ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഓഡ് വൺ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം മീറ്ററും കിലോഗ്രാമും സെക്കൻഡൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് ആണ്. ഏതിൻ്റെയൊക്കെ ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും ടൈമിൻ്റെയും സ്റ്റാൻഡേർഡ് SI യൂണിറ്റുകളാണ്. പക്ഷേ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് പറയുന്നത് കെൽവിൻ ആണ്, അല്ലാതെ ഡിഗ്രി സെൽഷ്യസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിഗ്രി സെൽഷ്യസ് ഓടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The odd one is degree Celsius. Meter, kilogram and second are the standard SI units for the fundamental quantities of length, mass and time. The SI unit for temperature is Kelvin, not degree Celsius. Question: different units of lengths are given below. Filling the table below. അപ്പോൾ നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 കോളം ഉണ്ട്. ആദ്യത്തെ കോളം യൂണിറ്റും രണ്ടാമത്തെ കോളം റിലേഷൻഷിപ്പ് വിത്ത് മീറ്ററുമാണ്. അപ്പോൾ യൂണിറ്റിൻ്റെ അണ്ടറിൽ ലെങ്ത്തിൽ വരുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സാണ് തന്നിരിക്കുന്നത്. അതുപോലെ റിലേഷൻഷിപ്പ് വിത്ത് മീറ്റർ പറയുന്നത് ആ ഓരോ യൂണിറ്റും ആ മീറ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സെക്കൻഡ് കോളത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം എടുക്കുകയാണെങ്കിൽ കിലോമീറ്റർ ആണ്. അപ്പോൾ കിലോമീറ്ററിൽ 1 കിലോമീറ്റർ ഈക്വൽ ടു ഡാഷ് മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാങ്ക് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1 കിലോമീറ്റർ പറയുന്നത് 1000 മീറ്റർ ആണ്. ഇനി രണ്ടാമത് മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ ഈക്വൽ ടു ഡാഷ് മില്ലിമീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണെന്നാണ്. അപ്പോൾ അതും 1000 മില്ലിമീറ്റർ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് സെൻറ്റിമീറ്റർ ആണ്. ഡാഷ് സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് വേണമെങ്കിൽ ടേബിളായിട്ട് തന്നെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ യൂണിറ്റും റിലേഷൻഷിപ്പ് വിത്ത് മീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ കിലോമീറ്റർ പറയുന്നത് 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ ആണ്.
മില്ലിമീറ്റർ മീറ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വന്നിട്ട് 1 മീറ്റർ പറയുന്നത് 1000 മില്ലിമീറ്റർ ആണ്. അതുപോലെ സെൻറ്റിമീറ്ററും മീറ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ ആണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ് ടു SI യൂണിറ്റ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ്. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതും അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാതെ തന്നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെഷർമെൻറ്റ് പറയുന്നത് 2000 ഗ്രാം ആണ്. അപ്പോൾ ഗ്രാം പറയുന്നത് മാസിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ SI യൂണിറ്റ് പറയുന്നത് കിലോഗ്രാം ആണ്. അത് മാസിൻ്റെ SI യൂണിറ്റ് പറയുന്നത് കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് 2000 ഗ്രാമിനെ കിലോഗ്രാമിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1000 ഗ്രാം പറയുന്നത് 1 കിലോഗ്രാം ആണ്. അപ്പോൾ 2000 ഗ്രാം പറയുന്നത് 2 കിലോഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും നോക്കാം. 2000 ഗ്രാം ഈക്വൽ ടു 2 കിലോഗ്രാം. ദ SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. നെക്സ്റ്റ് മെഷർമെൻറ്റ് നോക്കാം. 1 ഹവർ ആണ്. ഇപ്പോൾ 1 ഹവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് ടൈമിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് 1 ഹവറിനെ സെക്കൻഡിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 1 മിനിറ്റ് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അതുപോലെ 1 ഹവർ പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ 60 × 60 ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 60 × 60 പറയുന്നത് 3600 ആണ്. അപ്പോൾ 1 ഹവർ പറയുന്നത് 3600 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. 1 hour ഈക്വൽ ടു 3600 സെക്കൻഡ്സ്. ദ SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. നെക്സ്റ്റ് മെഷർമെൻറ്റ് നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് മെഷർമെൻറ്റ് പറയുന്നത് 1.5 കിലോമീറ്റർ ആണ്. അപ്പോൾ കിലോമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1 കിലോമീറ്റർ പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പോൾ 1.5 കിലോമീറ്റർ പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? 1.5 × 1000 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1500 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. 1.5 കിലോമീറ്റർ ഈക്വൽ ടു 1500 മീറ്റർ. ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഇനി നമുക്ക് ലാസ്റ്റത്തെ മെഷർമെൻറ്റ് നോക്കാം. ദാറ്റ് ഈസ് 200 സെൻറ്റിമീറ്റർ. അതും സെൻറ്റിമീറ്റർ പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. പക്ഷേ SI യൂണിറ്റ് ഓഫ് ലെങ്ത് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിൽ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ വരുന്നത്. അപ്പോൾ 200 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 2 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. 200 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 2 മീറ്റർ. ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ക്വസ്റ്റ്യൻ: ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. അപ്പോൾ നമുക്ക് താഴെ മാസിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസിൻ്റെ ഓർഡറിൽ, അതായത് വാല്യൂസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാസിൻ്റെ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ A കിലോഗ്രാം, B മില്ലിഗ്രാം, C ക്വിൻ്റൽ, D ഗ്രാം. അപ്പോൾ ഈ ഒരു 4 അതിൻ്റെ വാല്യൂസിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ അസെൻഡിങ് ഓർഡർ പറയുമ്പോൾ നമ്മൾ സ്മോളസ്റ്റ് മുതൽ ലാർജസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ വന്നിട്ട് ആദ്യം വരുന്നത് മില്ലിഗ്രാം ആണ്, പിന്നെ ഗ്രാം, പിന്നെ വരുന്നത് കിലോഗ്രാം, പിന്നെ വരുന്നത് ക്വിൻ്റൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലുള്ള അസെൻഡിങ് ഓർഡർ. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.